സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ റെയിൽവേ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട വിൻഡോ, അതായത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് സീരിയൽ നമ്പർ 06/2025 ആണ്. അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എക്സാം നമുക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് കിടക്കാം. ഇന്ത്യൻ റെയിൽവേൻ്റെ കീഴിലാണ് സ്ഥിര ജോലി നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം വരുന്നത് 16 മാർച്ച് 2026 മുതൽ 27 മാർച്ച് 2027 വരെയാണ്. ഇപ്പോൾ നിലവിൽ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എവിടെ വെച്ചാണ് എപ്പോഴാണ് നമ്മുടെ പരീക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു പരീക്ഷാ ഡേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരീക്ഷാ ഡേറ്റിൻ്റെ 4 ദിവസം മുമ്പ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി സിറ്റി ഇൻറ്റിമേഷൻ എങ്ങനെ നോക്കാം എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ സിറ്റി ഇൻറ്റിമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പർ 06/2025 ആണ്. NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിനേഷനാണ്. രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ അറിയാത്തവർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള NTPC, അതായത് RRBൻ്റെ വെബ്സൈറ്റിൽ NTPCക്ക് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഡേറ്റ്, മന്ത്, ഇയർ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയൊരു ക്യാപ്ച അല്ലെങ്കിൽ കുറച്ച് അക്കങ്ങൾ കാണാൻ സാധിക്കും. അത് തെറ്റാതെ താഴെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിറ്റി ഇൻറ്റിമേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി ലോഗിൻ ആവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ വരുന്ന 10 ദിവസത്തിൻ്റെ ഉള്ളിലല്ല എന്നാണ് അർത്ഥം. എപ്പോഴാണോ നമ്മുടെ പരീക്ഷ നടക്കുന്നത് അതിൻ്റെ 10 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ കാണാനായിട്ട് സാധിക്കൂ. അതിനുശേഷം അതിൻ്റെ 4 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് 4 ദിവസം, ചില സമയങ്ങളിൽ 3 ദിവസമൊക്കെ ആവാം, 3 ദിവസത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനും ഈ ലിങ്കിൽ തന്നെ കയറിയിട്ട് നിങ്ങൾ സിറ്റി ഇൻറ്റിമേഷൻ്റെ തൊട്ടിപ്പുറമായിട്ട് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആകുന്നതായിരിക്കും. ആ ഒരു സമയത്ത് അത് ഡൗൺലോഡ് ചെയ്താൽ മതി. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാണ് 10 ദിവസം മുമ്പ് ആകുക എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. നമുക്ക് മെസ്സേജ് വരും. അതായത് ഇപ്പോൾ നമുക്ക് 16-ാം തീയതിയാണ് അല്ലെങ്കിൽ 20-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ദിവസം മുമ്പ് നോക്കിയാൽ മാത്രമേ, അതായത് 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതിയൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ കാണാൻ സാധിക്കും. പക്ഷേ 20-ാം തീയതി നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മെയിലും മെസ്സേജൊക്കെ വരും. അത് വന്നിട്ടില്ല എന്ന് കാര്യം നിങ്ങൾ നോക്കാതിരിക്കരുത്. ഓരോ 2-3 ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ കയറി നോക്കുക. അപ്ലൈ ചെയ്തവർ ചിലവർക്ക് മെസ്സേജ് വരാതിരുന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡേറ്റിലാണ് നമ്മുടെ എക്സാം എന്ന്. അപ്പോൾ അതിൻ്റെ 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.